ഈ സി ബി എസ് സിക്കാരൊക്കെ ബ്രോയിലർ കോഴികളാണ്. ഒരു കാര്യമില്ല. സ്റ്റേറ്റ് അത് മാസം. പിന്നെ ഈ പൈസ ഉള്ളവരൊക്കെ ആകെ പ്രശ്നം. പൈസ ഓൽക്ക് ഭയങ്കര അഹങ്കാരവും കാര്യങ്ങളൊക്കെ. മാസം പറഞ്ഞാല് നമ്മളെ പോലെ പാവപ്പെട്ടക്കല. അല്ലെങ്കിൽ എന്താ ഒരു ദിവസത്തെ പൈസ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസത്തെ എന്ത് കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും എന്ത് പണി എടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ പണി എടുത്തില്ല എന്ന് നോക്ക്, നമുക്ക് നമ്മളെ വൈബൊക്കെ ആയിട്ട് അങ്ങനെ പോകാലോ. മച്ചമാരെ ഇതാണ് മൈൻഡ് സെറ്റെങ്കിൽ പാടാം. വിചാരിക്കുന്ന കാര്യമില്ല. ഇപ്പം റീസെന്റ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ ഈ എല്ലാവരും നമ്മൾ ഈ അഹങ്കാരം മൊത്തം. ഈ പൈസ ഇല്ലാത്തത് ഒരു അലങ്കാരമായി കൊണ്ടുനടക്കുന്നത് നമ്മളെ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാറ്റണം. പിന്നെ ബാക്കിയുള്ളവരെ കളിയാക്കുക, പൈസ ഉള്ളവരെ കളിയാക്കുക, അല്ല പൈസ ഉള്ളവർ ഇപ്പോൾ സി ബി എസ് സിക്കാരനെ കളിയാക്കുക, അല്ല ബാക്കിയുള്ളവരെ കളിയാക്കുക. ആ ഒരു സ്വഭാവം നമ്മൾ മലയാളികൾക്ക് മാത്രമേ മെയിനായിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും എല്ലാവർക്കും. ഇപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ ഇപ്പം ഞാനോ അങ്ങനെ വലിയ മെച്ചപ്പെട്ട ആളാണെന്നൊന്നും പറയുന്നില്ല. ഞാനും സ്റ്റേറ്റ് ആണ് പഠിച്ചിരുന്നത്. ഞാൻ സി ബി എസ് സി പഠിച്ചിരുന്നുണ്ട്. പക്ഷേ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞാൻ ഫുള്ള് സ്റ്റേറ്റ് തന്നെയായിരുന്നു പഠിച്ചത്. പക്ഷെ നമുക്ക് നല്ല മാസമായിരുന്നു അന്ന്. അപ്പോൾ ഈ സി ബി എസ് സിക്കാരെ വരുന്ന പോലൊക്കെ ഭയങ്കര എന്താ പറയുക, അവരൊക്കെ ഒരു പുച്ഛം പോലെ നമ്മളാണ് മാസം എന്നുള്ള രീതിയിൽ. പക്ഷേ ലേറ്റർ ജീവിതത്തിലെത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവരവരുടെ കാര്യം സേഫാക്കും. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചിലപ്പം സമരത്തിന് പോകും, കാര്യത്തിനൊക്കെ പോകും. പക്ഷെ ഓലെ കാര്യം സേഫാക്കി ഓലെ പരിപാടി നടക്കും. ഓലെ ഫാമിലിക്കും ഒരു കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ഫാമിലിക്കും അല്ല നമ്മളെ കൂടെ ഉള്ളവർക്കാണ് എല്ലാം പോയത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ പൈസക്കാരനെ കാണുമ്പോൾ ഇളകുക, സി ബി എസ് സിക്കാരനെ കാണുമ്പോൾ ഇളകുക, അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുക, കുറച്ച് ചിന്തിക്കുക, ഇരിക്കുക. കാരണം എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. കാരണം നമുക്ക് നാളെ ഒരു പെടൽ പെട്ടാൽ ഈ ആരും ഉണ്ടാവില്ല. ഈ സി ബി എസ് സിക്കാരനോ പൈസക്കാരനോ അവൻ്റെ ചെയിനിലുള്ള ആൾക്കാർ മൊത്തം അവൻ്റെ പോലത്തെ ആൾക്കാരായിരിക്കും. രക്ഷിക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ടാവും. കാരണം അവൻ്റെ അടുത്ത് പൈസ കൊടുത്താൽ, കടം കൊടുത്താൽ തിരിച്ച് കിട്ടുമെന്ന് അറിയാം. നമ്മുടെ അടുത്ത് ആരും തരുമോ? നോക്കുക മൈൻഡ് സെറ്റ്. ഓക്കെ.